കല്യാണ കച്ചേരി. അവൾക്ക് പിന്നാലെ കാർത്തിയും താഴേക്ക് പോയി. അതേസമയം ലിവിംഗ് റൂമിൽ ചെന്നിരുന്ന് നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കുകയാണ് ഭൂമി. താഴേക്കുള്ള സ്റ്റെയർ കേസ് പാതി വഴിയിൽ ഇറങ്ങി നിൽക്കുവാണ് കാർത്തി. ഭൂമി, ഇനി ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ വേഗം കുളിച്ചിറങ്ങാം. ശേഷം നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം. ഭൂമി അവനെ നോക്കി തലകുലുക്കി. കാർത്തി കുളിക്കാൻ കയറിയെന്ന് ഉറപ്പായതും ഭൂമി ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി നല്ലൊരെണ്ണം എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പാകത്തിന് റെഡിയായി. കാർത്തി കുളിച്ചിറങ്ങുമ്പോൾ ഭൂമി മുടി കെട്ടിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവനെ കണ്ടതും അവൾ വെപ്രാളത്തിൽ മുറിക്ക് പുറത്തേക്ക് ഇടങ്ങാൻ തുടങ്ങി. പിന്നിലൂടെ വന്ന് അവളുടെ കൈക്ക് പിടിച്ച് അവളെ അവിടെ തന്നെ നിർത്തി കാർത്തി. എന്തിനാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ കൂടെ കൂടെ തീവണ്ടി പായണ പോലെ പോണേ? അവൻ്റെ ആ ചോദ്യത്തിൽ ഭൂമി അടിമുടി പൂത്തുലഞ്ഞു. ചെല്ല്, താഴെ ചെന്നിരിക്ക്, ഞാൻ ഡ്രസ്സ് മാറി വേഗം വരാം. അതും പറഞ്ഞുകൊണ്ട് കാർത്തി അവളുടെ കൈകളിലെ പിടുത്തം അയച്ചു. മുറിയിൽ നിന്നും ഫോൺ മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഭൂമി താഴേക്ക് പോയി. താഴേക്ക് നടക്കുമ്പോഴേ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സുഭദ്രയാണ്. ഹലോ മോളെ, എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചോ? ഇതിനോടകം തന്നെ അവൾ സുഭദ്രയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇന്ന് കോളേജിൽ സ്ട്രൈക്ക് ആയതുകൊണ്ട് അവർ രണ്ടാളും പോകുന്നില്ലെന്ന്. ഭക്ഷണം കഴിച്ചില്ലമ്മേ. ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റുകൊണ്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. വന്നപ്പോൾ തീരെ വിശപ്പില്ലായിരുന്നു. കണ്ണേട്ടൻ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ പുറത്തുപോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുക. ആണോ? രണ്ടാളും പോയി ഫുഡൊക്കെ കഴിക്കുക. അതിനുശേഷം അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ. ശരിയമ്മ. എന്നാൽ ഫോൺ വെച്ച ശേഷം സുഭദ്രയുടെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി തത്തിക്കളിച്ചു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഭൂമിയുടെ വായിൽ നിന്ന് കേട്ട കണ്ണേട്ടൻ എന്ന പ്രയോഗത്തിൽ നിന്നായിരുന്നു. ഫോൺ വെച്ച ശേഷം ഭൂമി അറിയാതെ അവളുടെ നെഞ്ചി തൊട്ടു. ഹൃദയം ഇപ്പോഴും താളം തെറ്റി തന്നെയാണ് മിടിക്കുന്നത്. അപ്പോഴേക്കും കാർത്തി പുറത്തേക്ക് പോകാൻ റെഡിയായി വന്നു. ചമ്മൽ മറച്ചു വെച്ച് ഭൂമി അവനോട് സാധാരണ പോലെ സംസാരിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി അവർ ഭക്ഷണം കഴിക്കാനേ. ഇടയ്ക്ക് എന്തോ ഒരു കറി കഴിച്ചതും എരിവ് ചുണ്ടിത്തട്ടി ഭൂമി എരിവ് വലിച്ചു. അവൾ എരിവ് വലിക്കുന്ന ശബ്ദം കേട്ടതും കാർത്തി അവളെ നോക്കി. എന്തു പറ്റി? അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഭൂമി അവനോടൊന്നും പറഞ്ഞില്ല. ഒരു പ്രത്യേക രീതിയിൽ അവനെ നോക്കുക മാത്രം ചെയ്തു. അപ്പോഴാണ് കാർത്തിയും കാണുന്നത്. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ അല്പം ചുവൺ തിണിർത്ത് കിടക്കുന്ന ഒരടയാളം. അത് കണ്ടതും കാർത്തിക്കിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. സോറി, കാർത്തി ചുണ്ട് ചുളുക്കിക്കൊണ്ട് ശബ്ദമില്ലാതെ അവളോട് പറഞ്ഞു. കുറുമ്പ് കാട്ടിയ ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു അവൻ്റെ മുഖത്തപ്പോൾ. ഭക്ഷണം കഴിച്ചിറങ്ങിയ പാടെ തന്നെ കാർത്തി ഭൂമിയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന്. അതത്ര ആവശ്യമില്ല. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോഴുണ്ടെന്ന് ഭൂമി ആവുന്നത്ര പറഞ്ഞിട്ടും കാർത്തി വിടാൻ കൂട്ടാക്കിയില്ല. നഗരത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു മാളിലേക്കാണ് കാർത്തി ഭൂമിയെ കൊണ്ട് പോയത്. അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നമുക്കൊരു 1 വീക്ക് കൂടി കഴിഞ്ഞിട്ട് അമ്മയൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അച്ഛൻ്റെ മൂത്ത സഹോദരൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. 1 വയസ്സാവുകയാണ്. അവർ ഫാമിലിയായിട്ട് അബ്രോഡായിരുന്നു. ഇപ്പോൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ നാട്ടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും വരുന്നുണ്ട്. ആണോ? എന്നിട്ട് അമ്മേനോടൊന്നും പറഞ്ഞില്ല? അമ്മ പറയാൻ മറന്നുപോയതാവും. അമ്മയൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷനുണ്ട്. ഫംഗ്ഷന് പോകാൻ കൂടിയുള്ള ഡ്രസ്സ് എടുക്കണം. ബർത്ത്ഡേ ഫംഗ്ഷന് ഭൂമി ഏത് ഡ്രസ്സ് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്? പെട്ടെന്ന് കാർത്തിയത് ചോദിച്ചതും ഭൂമി അല്പനേരം ആലോചനയോടെ നിന്നു. സാരി വാങ്ങിയാലോ? അത് ചോദിക്കുമ്പോൾ കാർത്തിക്കിൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ടായിരുന്നു. ആ സമയം ഭൂമി അവന് നോവാത്ത വിധം അവൻ്റെ കയ്യിലൊന്ന് അമർത്തിപ്പിച്ചി. അതൊക്കെ പോട്ടെ, സാർ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്? ഭൂമി ചോദിച്ചു. തൻ്റെ ഔട്ട്ഫിറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന് മാച്ചാവുന്ന പോലെ എന്തെങ്കിലും ഇടാം. എങ്കിൽ ഞാൻ സാരി ഉടുക്കാം. പിന്നീട് കുറേ സമയം അവരുടെ കണ്ണുകൾ അവിടെ നിരത്തിയിട്ടിരിക്കുന്നതും അടുക്കി വച്ചിരിക്കുന്നതുമായ ഒരുപാട് സാരികളിൽ കൂടി തെന്നി നീക്കി. കാർത്തിയാണ് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന ഒരു കരിമ്പച്ച കളർ സാരി ഭൂമിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്.
കാർത്തിക്കിൻ്റെ ആ സെലക്ഷൻ അവൾക്ക് നന്നേ ഇഷ്ടമായി. ഭൂമിയുടെ സാരിക്ക് മാച്ചാകുന്ന പോലെ കരിമ്പച്ച കളർ കുർത്തയും ഗോൾഡൻ കസവും മുണ്ടുമായിരുന്നു കാർത്തി അവനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഭൂമിക്ക് കോളേജിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി കുറച്ചധികം ഡ്രസ്സുകളും കാർത്തിക്ക് ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ഡ്രസ്സുകളുമൊക്കെ എടുത്തു. അതിനൊക്കെ ശേഷമാണ് അവർ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വല്ലാത്ത ഭാമത്തിൽ ഭൂമി നടക്കുന്ന കണ്ട് കാർത്തിക്കിന് എന്തോ പന്തികേട് തോന്നി. എന്തു പറ്റി ഭദ്ര, താൻ ഓക്കെ അല്ലേ? അതെ. എന്താ തൻ്റെ മുഖമൊക്കെ വല്ലാണ്ട്? തലവേദനയുണ്ടോ? ഇല്ല, എനിക്ക് ചെറുതായി വയറുവേദനിക്കുന്നു. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഭൂമി തളർന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ആക്ച്വലി ഒരു മൂവി കൂടി പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് പിന്നീടാകാം. നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. താൻ നല്ലപോലെ റെസ്റ്റ് എടുക്ക്, കാർത്തിക് കരുതലോടെ പറഞ്ഞു. പൊട്ടിപ്പിളരുന്ന നടുവേദനയും വയറുവേദനയും അത് കൂടിയായപ്പോൾ ഭൂമിക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. എങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് മാത്രമേ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. കാർത്തികിൻ്റെ കാർ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ ഭൂമി പെട്ടെന്ന് തന്നെ കവറുകൾ ഓരോന്നും ധൃതിയിലെടുക്കാൻ തുടങ്ങി. അതൊക്കെ അവിടെ വെച്ചേക്ക്, അതെല്ലാം ഞാൻ എടുത്തിട്ട് വന്നേക്കാം. താൻ വേഗം റൂമിൽ പോയി ഒന്ന് കിടക്ക്. അപ്പോഴും അവളുടെ വയറുവേദനയുടെ പിന്നിലെ കാരണം എന്തെന്ന് അവന് കൃത്യമായി അറിയില്ലായിരുന്നു. കുറച്ചധികം കവറുകൾ ഉണ്ടായിരുന്നു കാറിൽ. അവർ വാങ്ങിയ ഡ്രസ്സുകളും കുറേ ഫ്രൂട്ട്സും. കവറുകളെല്ലാം ലിവിംഗ് റൂമിൽ വെച്ച് ഫ്രൂട്ട്സ് അടങ്ങിയ കവറുമായി അവൻ അടുക്കളയിലേക്ക് പോയി. ശേഷം ഓരോ ഫ്രൂട്ട്സും എടുത്ത് ഫ്രിഡ്ജിൽ അതത് സ്ഥാനത്ത് വെച്ച് ബാക്കി കവറുകളുമായി നേരെ മുകളിലേക്ക് ചെല്ലുമ്പോൾ വയറുവേദന എടുത്ത് ബെഡിൽ കിടന്ന് പൊളയുന്ന ഭൂമിയാണ് അവൻ കണ്ടത്. എന്താ ഭദ്ര, എന്തു പറ്റി? വേദന കുറവില്ലേ? ആശുപത്രി പോണോ? ആകുലതയോടെ നിർത്താതെ അവളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിയെ കാണിക്കെ ആ വേദനയ്ക്കിടയിലും ഭൂമിക്ക് ചിരി വന്നു. ഈ വേദനയ്ക്ക് ഇങ്ങനെ ആശുപത്രിയിലൊന്നും പോകണ്ട. പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കാർത്തിക്കും ഏകദേശം കാര്യം മനസ്സിലായത്. ഓ, തനിക്ക് പീരിയഡ്സ് ആയതാണോ? പെട്ടെന്ന് കാര്യം പിടികിട്ടിയ പോലെ അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് അതേയെന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. ഈ സമയത്ത് താൻ എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കാറുണ്ടോ? ചിലപ്പോൾ ചില മാസങ്ങളിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരും. അപ്പോൾ ചിലപ്പോൾ പാരസെറ്റമോൾ കഴിക്കാറുണ്ട്. നിമി നേരത്തിനുള്ളിൽ തന്നെ ഭൂമിയുടെ മറുപടിയും വന്നു. എങ്കിൽ ഇനി അത് വേണ്ട, അതൊക്കെ ഭാവിയിൽ ഭയങ്കര ദോഷമാണ്. എന്തോ ഒരു ആലോചനയിൽ അത് പറയുന്ന കാർത്തികിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കിടക്കുവാണ് ഭൂമി. എന്ത് ദോഷം? പെട്ടെന്നാണ് ഭൂമി അത് ചോദിച്ചത്. അതെ, എന്നുമൊന്നും ഇങ്ങനെ നമ്മൾ രണ്ടാളും മതിയോ? കുറച്ചുകൂടി കഴിയുമ്പോൾ മൂന്നാമതൊരാൾ കൂടി വേണ്ടേ? കുറച്ചുകൂടി ക്ലിയറായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടാബ്ലറ്റൊക്കെ എടുത്താൽ കൺസീവ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് കാർത്തിക്കിൻ്റെ നാവിൽ നിന്നും അങ്ങനെയൊക്കെ കേട്ടതും ഭൂമി ഒരു ചെറു നാണത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. തൻ്റെ ഈ നാണമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. കാർത്തി ഒരു പ്രത്യേക താളത്തിലാണത് പറഞ്ഞത്. ഭൂമിയുടെ മുഖം വീണ്ടും ചുളുങ്ങി. എന്തു പറ്റിയിടോ? വേദനയ്ക്ക് കുറവൊന്നുമില്ലേ? കാർത്തി ഒരു ആകുലതയോടെ അവൾക്കടുത്തേക്കിരുന്നു. ഒരു 10 മിനിറ്റ് സമയം താൻ വെയിറ്റ് ചെയ്യേ. എനിക്ക് കുറച്ച് പൊടിക്കൈകളൊക്കെ അറിയാം. ഞാനൊരു കഷായം ഉണ്ടാക്കിയിട്ട് വരാം. പണ്ട് അമ്മയ്ക്ക് ഇതുപോലെ ഉണ്ടാകുന്ന സമയത്ത് ഞാനിതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അന്നൊക്കെ ഞാൻ വളരെ ചെറുതായിരുന്നു. മുത്തശ്ശി പറഞ്ഞു തന്നുള്ള അറിവാണ്. പക്ഷേ അമ്മയ്ക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. തനിക്കും അത് നല്ലതായിരിക്കും. ഞാൻ കുറച്ച് ഹോട്ട് വാട്ടർ കൂടി കൊണ്ടുവരാം. അതും പറഞ്ഞ് ഡ്രസ്സ് പോലും മാറാതെ ധൃതി താഴേക്ക് പോകുന്ന കാർത്തിയെ ഭൂമി കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ആ നിമിഷം തോന്നിയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ തനിക്കൊരാളിൽ നിന്ന് ഇത്രയും സ്നേഹവും കരുതലും ഒക്കെ ലഭിക്കുന്നത്. ഭൂമി മനസ്സുകൊണ്ട് ഓർക്കുകയാണ്. സാധാരണ വീട്ടിലുള്ള ദിവസങ്ങളിൽ വേദന കടുക്കുമ്പോൾ അമ്മ ടാബ്ലറ്റ് തരികയാണ് പതിവ്. പറഞ്ഞ പോലെ തന്നെ കൃത്യം 10 മിനിറ്റിന് ശേഷം അവൻ തിരികെ റൂമിലേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ കറുത്ത കളറിൽ ഒരു മിശ്രിതം ഉണ്ടായിരുന്നു. എന്താ ഇത്? ഭൂമി നെറ്റി ചുളിച്ചുകൊണ്ട് കാർത്തിയെ നോക്കി. ഇതൊരു കഷായാണ്. ഈ സമയത്തെ വേദനയ്ക്കൊക്കെ ബെസ്റ്റാണ്. ഒറ്റ വലിക്കങ്ങ് കുടിച്ചാൽ മതി. ഈ വേദനയൊക്കെ പമ്പ കിടക്കും. പറഞ്ഞുകൊണ്ട് കാർത്തി ഭൂമിയെ കട്ടിലിൻ്റെ പടിയിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ആ ഗ്ലാസ് ഭൂമിയുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടിച്ചുകൊണ്ട് ഒറ്റ വലിക്ക് അതിലുണ്ടായിരുന്നത് വലിച്ചു കുടിച്ചു.
വല്ലാത്ത കയ്പും ചവർപ്പുമൊക്കെ പ്രതീക്ഷിച്ചു കുടിച്ചവൾക്ക് പക്ഷെ നാവിൻ തുമ്പിൽ നേരത്തെ മധുരം വന്നതും അതേ ചിരിയോടെ അവൾ കാർത്തിയെ നോക്കി. കിടന്നു, കാൽവേദനയുണ്ടെങ്കിൽ നല്ലപോലെ കാല് നിവർത്തി വെച്ച് കിടക്ക്, ഞാൻ ഒഴിഞ്ഞു തരാം പറഞ്ഞുകൊണ്ട് കാർത്തി ഭൂമിയുടെ കാൽക്കലേക്കിരുന്നു. പെട്ടെന്ന് അവൾ കാല് രണ്ടും പിന്നോട്ട് വലിച്ചു. അത് വേണ്ട സർ. തനിക്ക് കാലിന് വേദനയില്ലേ? ഉണ്ട്. എങ്കിൽ ആ കാല് ഇങ്ങോട്ട് നിവർത്തി വെക്ക്, എന്നിട്ട് മിണ്ടാതെ കണ്ണടച്ച് കിടക്ക് പറഞ്ഞതുപോലെ കാലുകൾ അവൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു ഭൂമി. ശേഷം കണ്ണുകൾ അടച്ചു കിടന്നു. കാർത്തിയുടെ വിരൽ സ്പർശം കാതിൽ പതിഞ്ഞതും ഭൂമിക്ക് ആദ്യം ഒരു ഇക്കിളി തോന്നിയെങ്കിലും പിന്നീട് അവൾ അതുമായി പൊരുത്തപ്പെട്ടു. കാർത്തി നല്ല രീതിയിൽ തന്നെ അവളുടെ കാലുകൾ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഭൂമിക്കതിൽ വല്ലാത്തൊരു സുഖം തോന്നി. പതിയെ എപ്പോഴോ അവളുടെ മിഴികൾ അടഞ്ഞു. ഭൂമി പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വഴുതി വീണെന്ന് മനസ്സിലായപ്പോൾ കാർത്തി അവളെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പകുതി വരെ പുതപ്പിച്ച് കിടത്തി. കോളേജിൽ പോകാൻ വേണ്ടിയുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്കുകളും ലാപ്പുമൊക്കെ എടുത്ത് കാർത്തി ബാൽക്കണിയിലേക്കിരുന്നു. അന്നേ ദിവസം സമയം ഏറെ വൈകിയാണ് ഭൂമി ഉണർന്നത്. സമയം ഏകദേശം 6 മണിയോട് അടുത്തിരുന്നു. കാർത്തി മനഃപൂർവ്വം വിളിക്കാതിരുന്നതുകൊണ്ട് ക്ഷീണം തീരുന്നതുവരെ അവൾ കിടന്നുറങ്ങുകയായിരുന്നു. ഭൂമി ഉണർന്നിരിക്കുമ്പോൾ തന്നെ അവൾക്കരികിൽ കാർത്തി ഉണ്ടായിരുന്നു. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവനാ സമയത്ത്. ആഹാ, എഴുന്നേറ്റു. എങ്ങനെയുണ്ട് വേദന? ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് സർ. ഭൂമിയുടെ വായിൽ നിന്നത് കേട്ടതും കാർത്തിക്കിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എങ്കിൽ താനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ പോയി ഒരു കോഫി ഉണ്ടാക്കി വരാം. ഭൂമി ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറിയ സമയം തന്നെ കാർത്തി അടുക്കളയിലേക്ക് പോയി അവൾക്കായി ഒരു കാപ്പി ഉണ്ടാക്കി മുകളിലേക്ക് വന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന പാടെ ആ കപ്പ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അതിൽ നിന്നും ഒരിറക്ക് കുടിച്ചപ്പോൾ ഭൂമിക്ക് വല്ലാത്തൊരു തരം ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴവൾ അനുഭവിക്കുന്ന മാനസിക സന്തോഷമോ ശാരീരിക സുഖമോ ഒന്നും അവൾക്ക് മുൻപ് ഒരിക്കലും കിട്ടിയിരുന്നില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അന്നേ ദിവസം അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന ദേവകിയുടെ കൊച്ചുമൾക്ക് വയ്യായിരുന്നു. അവരതുകൊണ്ട് വന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഭക്ഷണം എന്തുണ്ടാക്കുമെന്ന് കൺഫ്യൂഷനിലായിരുന്നു കാർത്തി. നമുക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ സർ? ഭൂമി ചോദിച്ചു. അതെ, ഞാൻ തൻ്റെ ആരാ? കാർത്തി ഗൗരവത്തോടെ ഭൂമിയെ നോക്കി. സാറിൻ്റെ ഭർത്താവല്ലേ? അതെന്നോടാണോ ചോദിക്കുന്നത്? തനിക്കറിയില്ലേ? എൻ്റെ ഭർത്താവാണ്, ഭൂമി ഉറപ്പിച്ചു പറഞ്ഞു. ഈ നാട്ടിൽ എവിടെയെങ്കിലും ഭർത്താക്കന്മാരെ ഭാര്യമാർ സാറെന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? അവൻ ചോദ്യത്തിലേക്ക് കടന്നപ്പോഴാണ് ഭൂമിക്കും കാര്യം ഏകദേശം മനസ്സിലായത്. ഇന്നുച്ചയ്ക്ക് താൻ എപ്പോഴോ എന്നെ മറ്റേതോ ഒരു പേര് വിളിച്ചല്ലോ. കാർത്തിക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഭൂമിക്ക് കൃത്യമായി മനസ്സിലായി. എന്നിട്ടും അവൻ്റെ മുമ്പിൽ ഒന്നുരുണ്ട് കളിച്ച് അവനെ കളിപ്പിക്കാൻ പെണ്ണിനൊന്ന് തോന്നിപ്പോയി. എനിക്കൊന്നും ഓർമ്മയില്ല, എന്നാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തനിക്കും അത് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. തൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം. പറഞ്ഞല്ലോ സാർ, എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. ധൃതിയിൽ താഴേക്ക് പോകാൻ തുടങ്ങിയവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് അവളെ തന്നോട് ചേർത്ത് വെച്ച് കാർത്തി മെല്ലെ അവൻ്റെ മുഖം താഴ്ന്ന് അവളുടെ ചുണ്ടോരം വന്നതും ചുണ്ടു രണ്ടും അകത്തേക്ക് കടിച്ചു പിടിച്ചു വെച്ചവൾ ഒട്ടും അമാന്തിക്കാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് അമർന്നു. വെട്ടിപ്പെറിച്ചുപോയി ഭൂമി. അവൻ്റെ നാവിന്നും അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഒരു പിടച്ചിലോടെ അവൾ അവനെ വിളിച്ചു. കണ്ണേട്ട പ്ലീസ്. അവളുടെ കഴുത്തിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൻ അവളുടെ മാറി നിന്നും അടർന്നു മാറി. അപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്താൽ ഭൂമിക്കറിയാമല്ലേ എന്നെ എന്തു വിളിക്കണമെന്ന്? സാറും കുട്ടിയൊക്കെ അങ്ങ് കോളേജ് മതി, വീട്ടിൽ ഭദ്ര എൻ്റെ ഭാര്യയായാൽ മതി. ഒരു രഹസ്യം പോലെ അവൻ അവളുടെ കാതിൽ പതിഞ്ഞതും അവൾക്കുള്ളം കുളിർന്നു. നാളെ കോളേജിൽ പോകേണ്ടതുകൊണ്ട് തന്നെ അധികം നേരം കളയാതെ ഇരുവരും അടുക്കളയിലേക്ക് നടന്നു. ചപ്പാത്തിക്കുള്ള മാവ് കാർത്തി കുഴിച്ചപ്പോൾ ഭൂമി കറിക്ക് വേണ്ടിയുള്ള പരിപാടി ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൈകൾ കുസൃതി കാട്ടി അവൾക്ക് നേരെ എത്തുമെങ്കിലും അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കത്തി ഉയർത്തി കാട്ടുമ്പോൾ കാർത്തി ഒന്നും അറിയാത്ത പോലെ തിരികെ പോകും. ചമ്മിയുള്ള അവൻ്റെ ആ പോക്ക് കാണുമ്പോൾ അവൾക്ക് ചിരി പൊട്ടും. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച ശേഷം ഇരുവരും കിടക്കാൻ തയ്യാറായി മുകളിലേക്ക് പോയി. കാർത്തിക്കിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത്
അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവൾ ഉറങ്ങി. പിറ്റേന്ന് മുതൽ പഴയതുപോലെ ദേവിക്ക് ജോലിക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വേഗം റെഡിയായി താഴേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോളേജിലേക്കുള്ള യാത്ര തിരിച്ചു. കോളേജിലേക്കുള്ള യാത്രയിൽ ഒരു നേരം വായടച്ചു വെക്കാതെ ഇരുവരും പരസ്പരം എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. കോളേജിൻ്റെ പാർക്കിങ്ങിൽ കാർ നിർത്തിയപ്പോൾ ഭൂമി ആദ്യം നിറഞ്ഞു. വാഗമര ചുവട്ടിൽ ഭൂമിയെ കാത്തു നിൽക്കുന്ന സുമയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ദേവിൻ്റെ ശബ്ദം അവളെ തേടിയെത്തിയത്. തുടരും. ഈ സ്റ്റോറി ഇടാൻ ഏറ്റവും സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ നന്ദിയും കടപ്പാടും സത്യം പറഞ്ഞ വാക്കുകൾക്ക് അതീതമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.